നമസ്കാരം. റാഫ്റ്റർ മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പോഴേ ഹൈപ്പ് കൊടുക്കല്ലേ. ഒരു കളിയേ കഴിഞ്ഞുള്ളൂ. ആവേശം അങ്ങ് വാരി വിതറി ആരാധകരെ അനാവശ്യമായിട്ട് ഹൈപ്പ് കയറ്റി താഴേക്കിടല്ലേ എന്ന് പലരും ഇപ്പോൾ പറയാൻ വരും. ഉറപ്പാണ്. ഇത് ഒരു റിസർവ് ടീമിനെതിരെയുള്ള കളിയാണ് എന്നെങ്കിലും ഓർക്കടേ എന്നും പറയും. ശരിയാണ്, ഏത് റിസർവ് ടീമാണെങ്കിലും ഇത് ഒഫീഷ്യൽ മത്സരമാണ്. മുംബൈ സിറ്റി റിസർവ് ടീമിനെ ഇറക്കിയത് അവരുടെ തീരുമാനം എന്നല്ലാതെ ബ്ലാസ്റ്റേഴ്സിനെ അതിൽ പഴിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയത്തിൻ്റെ മാറ്റു കുറച്ച് കാണുന്നതിലും അർത്ഥമില്ല. ബ്ലാസ്റ്റേഴ്സ് മുമ്പ് ഡ്യൂറൻ കപ്പിലൊക്കെ റിസർവ് ടീമിനെ ഇറക്കിയിരുന്നല്ലോ. അന്നൊന്നും 8 ഗോളിന് തോറ്റിട്ടില്ല. അന്ന് ഈ ആനുകൂല്യം ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കാനും ആരും മുന്നിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റിസർവ് ടീം എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും അതങ്ങ് പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ റെക്കോർഡ് വിജയത്തിൻ്റെ തിളക്കം അങ്ങ് കുറച്ച് കാണിക്കേണ്ടതില്ല. പുതിയ സീസണാണ്, പുതിയ കോച്ചാണ്, പുതിയ കോച്ചിൻ്റെ കീഴിൽ പുതിയ ടീമാണ് ഇറങ്ങുന്നത്. തായ്ലൻഡിൽ പോയി പ്രീ സീസണൊക്കെ നടത്തി സെറ്റായി വന്ന ബ്ലാസ്റ്റേഴ്സ് ആദ്യ കളിയിൽ 8 ഗോൾ അടിച്ച് ഇതാ വരവറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ മറ്റുള്ളവർ ബ്ലാസ്റ്റേഴ്സിനെ ഭയക്കണം എന്നുള്ള സൂചന തന്നെയാണ്. ശരിയാണ്, കുട്ടികളോടല്ലേ കളിച്ചത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ, ഗോൾ കീപ്പർ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ, അതൊക്കെ അംഗീകരിക്കുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലെ ഈ ത്രയത്തെ എല്ലാവരും ഭയക്കണം. നേരത്തെയും ISL ഇവർ അത്ഭുതങ്ങൾ കാണിക്കാൻ കെൽപ്പുള്ളവരാണ് എന്ന് നമ്മോട് വിളിച്ചോതിയവർ തന്നെയാണ്. ലൂണ മാജിക് ഇനി പറഞ്ഞു വിശേഷിപ്പിക്കണ്ടല്ലോ. കോമ പെപ്രക്ക് കഴിവുണ്ട് എന്ന് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം തെളിയിച്ചതാണ്. തുടക്കത്തിൽ കുറേ വിമർശനങ്ങളും പഴികളും ഒക്കെ കേട്ടെങ്കിലും അദ്ദേഹം ഗോൾ അടിച്ചു തുടങ്ങിയിരുന്നു. അതിനിടക്ക് പരിക്ക് പറ്റിപ്പോയി. ലൂണക്ക് പരിക്ക്, പെപ്രക്ക് പരിക്ക്, അതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ തവണ വിനയായതെങ്കിൽ ഇപ്പോൾ നോഹ് സദോയി കൂടി ചേരുമ്പോൾ മികച്ചൊരു ത്രയത്തെ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് മുന്നേറ്റ നിരയിൽ. ഇപ്പോൾ ഈ ത്രയത്തിൻ്റെ ആദ്യ ഒഫീഷ്യൽ മത്സരത്തിൽ 2 പേര് ഹാട്രിക്ക് നേടിയിരിക്കുകയാണ്. ലൂണയാവട്ടെ ഗോളടിക്കാൻ സഹായിച്ചുകൊണ്ട് കൂടെയുണ്ട് താനും. നോഹ് സദോയി തൻ്റെ ബ്ലാസ്റ്റേഴ്സിനായിട്ടുള്ള ഒഫീഷ്യൽ അരങ്ങേറ്റത്തിൽ ഹാട്രിക് നേടുന്നു. കോമ പെപ്രയും ഇപ്പോഴിതാ ഈ കളിയിൽ ഹാട്രിക് നേടിയിരിക്കുന്നു. അവർക്ക് പന്തെത്തിക്കാൻ ലൂണ ഇപ്പോഴും കൂടെയുണ്ട് താനും. അപ്പോൾ ഏതൊരു ഡിഫൻസിനെയും പൊളിച്ചെടുക്കാൻ കെൽപ്പുള്ള സ്കില്ലും അതിനൊത്ത മികവുമുള്ള താരങ്ങളാണ് ഈ 3 പേർ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ, സംശയങ്ങളില്ലല്ലോ. അതിപ്പോൾ ഈ ചെറിയ റിസർവ് ടീമിനോട് കളിച്ചതുകൊണ്ട് മാത്രം പറയുന്നതല്ല. മുമ്പ് അവർ കളിച്ചിട്ടുള്ള കളി കൂടി നമ്മൾ നോക്കണം. ഗോവക്കായിട്ട് നോഹ് സദോയും ബ്ലാസ്റ്റേഴ്സിനായിട്ട് ലൂണയും പെപ്രയും നടത്തിയിട്ടുള്ള കളികളും അവരൊരുമിച്ച് പ്രീ സീസണൊക്കെ കളിച്ചു വരുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷയാണ് ഈ ത്രയം സമ്മാനിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു കൊടുങ്കാറ്റായിട്ട് ലൂണ, പെപ്ര, നോഹ് ത്രയം മാറുമോ എന്നുള്ളതാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അറിയേണ്ടത്. ആദ്യ ചുവടുവെപ്പ് മികച്ചതാണ്. ആ ത്രയത്തിന്റെ പേരിൽ 6 ഗോളുകൾ കുറിക്കപ്പെട്ടിരിക്കുന്നു ആദ്യ മത്സരത്തിൽ തന്നെ. വരും മത്സരങ്ങളിൽ കൂടുതൽ ഗോളുകൾ എന്തായാലും ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ബ്ലാസ്റ്റേഴ്സിന് കിരീട പ്രതീക്ഷ ഡ്യൂറൻ കപ്പിലും ഇനി വരുന്ന ISL ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഇവരുടെ സംഭാവന വലുതായിരിക്കും. ഈ ത്രയം ക്ലിക്കാവുക, പരിക്കില്ലാതെ മുന്നോട്ട് പോവുക, അതിനെ ആശ്രയിച്ചിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ കിരീട സാധ്യതകൾ. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.